നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം 30,000-ഓളം ഇന്ത്യക്കാർ വിസ കാലാവധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ താമസിച്ചിരുന്നതായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്കുകൾ പറയുന്നു. 5 കോടിയിൽ പരം ആളുകൾ 2016-ൽ നോൺ ഇമിഗ്രന്റ് വിസകളിലൂടെ അമേരിക്കയിൽ പ്രവേശിച്ചതായി US കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോളിന്റെ കണക്കുകൾ വെളിപ്പെടുത്തുന്നു. ഇന്ത്യയിൽ നിന്നും സന്ദർശന വിസയിൽ എത്തിയത് 1.4 മില്യൺ ഇന്ത്യക്കാരായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞിട്ടും ഇവിടെ താമസിച്ചിരുന്ന 6,000-ഓളം ഇന്ത്യക്കാർ 2016-ൽ മടങ്ങിപ്പോയതായും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഈ കണക്കുകൾ എല്ലാം തന്നെ അമേരിക്കയിലേക്ക് നിയമപരമായി വന്നവരുടേത് മാത്രമാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US ഡിസ്ട്രിക്ട് ജഡ്ജായി നാമനിർദ്ദേശം ചെയ്ത അമൽ താർപ്പറിന്റെ നിയമനത്തിന് സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി അനുവാദം നൽകി. 6th സർക്യൂട്ട് കോടതിയിലേക്കുള്ള നിയമനം 11-8 വോട്ടിനാണ് പാസ്സായത്. കെന്റക്കി, ടെന്നസി, ഒഹായോ, മിഷിഗൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അപ്പീൽ കേസുകളാണ് 6th സർക്യൂട്ട് കോടതിയിൽ എത്തുക. ഇദ്ദേഹത്തിന്റെ നിയമനത്തെ ഡെമോക്രാറ്റിക് പാർട്ടി ശക്തമായി എതിർത്തെങ്കിലും സെനറ്റിൽ ഭൂരിപക്ഷമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഈ നിയമനം അംഗീകരിക്കാൻ പ്രയാസമുണ്ടായില്ല. ഇപ്പോൾ നിലവിലുള്ള H-1B വിസ ലോട്ടറി സമ്പ്രദായം നിർത്തലാക്കണമെന്നും സമഗ്ര H-1B വിസ നിയമം നടപ്പിലാക്കണമെന്നും US റിപ്പബ്ലിക്കൻ റെപ്രസെന്റേറ്റീവ് ജിം സെൻസർബ്രന്നർ ആവശ്യപ്പെട്ടു. പുതിയ നിയമം വഴി പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ സാങ്കേതിക വിദഗ്ധരെ മാത്രം ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ അമേരിക്കൻ കമ്പനികൾ കുറഞ്ഞ വേതനത്തിൽ പ്രവർത്തന പരിചയം കുറഞ്ഞവരെയും ഉന്നത സാങ്കേതിക നിലവാരമില്ലാത്തവരെയുമാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നതെന്നും ഇത് അമേരിക്കൻ ജോലിക്കാരെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അമേരിക്കയിലേക്ക് H-1B വിസയിൽ ഉദ്യോഗാർത്ഥികളെ കൊണ്ടുവരുന്നതിൽ മുൻനിരയിലുള്ളത് ഇന്ത്യൻ അമേരിക്കക്കാരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളാണ്. കഴിഞ്ഞ വർഷം ഏറ്റവും കുറവ് H-1B വിസ അപേക്ഷകളാണ് നൽകിയതെങ്കിലും ഇന്ത്യൻ കമ്പനി എൻഫോസിസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ H-1B വിസ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത് ടാറ്റ കൺസൾട്ടൻസിയും മൂന്നാമത് വിപ്രോയും നിൽക്കുന്നു. ടെക് മഹീന്ദ്ര, കോഗ്നിസന്റ് ടെക്നോളജി, UST ഗ്ലോബൽ തുടങ്ങിയ കമ്പനികളും H-1B വിസ ഉപയോഗപ്പെടുത്തിയ കമ്പനികളുടെ മുൻനിരയിൽ നിൽക്കുന്നു. ഫോർബ്സ് മാസികയുടെ ഏറ്റവും ധനികരായ സ്ത്രീ വ്യവസായ സംരംഭകരുടെ പട്ടികയിൽ 2 ഇന്ത്യൻ വംശജർ ഇടം നേടി. ജയശ്രീ ഉലാൽ, നീരജ് സേത്തി എന്നിവരാണ് ഫോർബ്സ് മാസികയുടെ 60 ഏറ്റവും ധനിക സ്ത്രീകളുടെ പട്ടികയിൽ ഇടം പിടിച്ചത്. 21ാം സ്ഥാനക്കാരിയായ ജയശ്രീ കഴിഞ്ഞ വർഷവും ഫോർബ്സിന്റെ പട്ടികയിൽ സ്ഥാനം നേടിയിരുന്നു. ജയശ്രീ ഉലാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കമ്പനി എറിസ്റ്റ നെറ്റ്വർക്കിന്റെ സിഇഒയാണ്. നീരജ സേത്തി IT കൺസൾട്ടിംഗ് കമ്പനി സിന്റലിന്റെ വൈസ് പ്രസിഡന്റുമാണ്. എറിസ്റ്റ നെറ്റ്വർക്കിന്റെ കഴിഞ്ഞ വർഷത്തെ വരുമാനം $1.1 ബില്യൺ, സിന്റൽ കമ്പനിയുടെ വരുമാനം $750 മില്യൺ ആയിരുന്നു. 2017-ലെ നാഷണൽ ജിയോഗ്രാഫിക് സ്പെല്ലിംഗ് ബി മത്സരത്തിൽ പ്രണയ് വനിത 1ാം സ്ഥാനം നേടി. കൂടാതെ 3ാം സ്ഥാനം ന്യൂജേഴ്സിയിൽ നിന്നുള്ള വേദ ഭട്ടാറവും കരസ്ഥമാക്കി. കഴിഞ്ഞ 6 വർഷങ്ങളിലായി നാഷണൽ ജിയോഗ്രാഫിക് സ്പെല്ലിംഗ് ബി മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്നത് ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികളാണ്. 1ാം സ്ഥാനത്തിന് ലഭിക്കുന്നത് $50,000 സ്കോളർഷിപ്പാണ്. പ്രണയ് ടെക്സസിലെ ഡ്യൂവറ്റ് പെറി മിഡിൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള റിഫാത്ത് ഷാറൂഖ് എന്ന വിദ്യാർത്ഥി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം നാസ ബഹിരാകാശത്ത് എത്തിക്കുന്നു. 64 ഗ്രാം മാത്രം ഭാരമുള്ള ഈ ഉപഗ്രഹത്തിന് കലാം സാറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ബഹിരാകാശത്ത് നിക്ഷേപിച്ചതിന് ശേഷം 12 മിനിറ്റാണ് ഈ ഉപഗ്രഹത്തിന് പ്രവർത്തന സമയം. 3D പ്രിന്റർ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹവും ആയിരിക്കും കലാം സാറ്റ്. 3D പ്രിന്റർ വഴി കാർബൺ ഫൈബർ മൂലം നിർമ്മിച്ച ഈ സാറ്റലൈറ്റ് കാർബൺ ഫൈബറിന്റെ പ്രവർത്തനക്ഷമതയെയാണ് ഈ വിക്ഷേപണത്തിലൂടെ പരീക്ഷിക്കുകയെന്ന് റിഫാത്ത് അറിയിക്കുകയുണ്ടായി. പൊതു നീന്തൽക്കുളം ഉപയോഗിക്കുക വഴി ക്രിപ്റ്റോ രോഗബാധ ഉണ്ടാകുന്നവരുടെ എണ്ണം വർഷം തോറും കൂടി വരുന്നതായി CDC മുന്നറിയിപ്പ് നൽകുന്നു. കുളത്തിലെ വെള്ളത്തിലൂടെ ശരീരത്തിലെത്തുന്ന പരജീവി ക്രിപ്റ്റോ രോഗബാധ മൂലം പ്രായഭേദമന്യേ വയറിളക്കം, ഛർദി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ക്ലോറിൻ പോലെയുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചാലും കട്ടികൂടിയ പുറന്തോടുള്ള ക്രിപ്റ്റോ നശിച്ചു പോവുകയില്ല. CDCയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷമാണ് ഈ രോഗബാധ ഏറ്റവും കൂടുതലായി പടർന്നു പിടിച്ചത്.
മീനെണ്ണയിലുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡ് കോളൻ ക്യാൻസർ രോഗബാധിതരുടെ മരണസാധ്യത കുറയ്ക്കുവാൻ സഹായിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മീനെണ്ണയിലെ ഒമേഗ-3 ഫാറ്റി ആസിഡ് ക്യാൻസർ ട്യൂമറിന്റെ വളർച്ച തടയുന്നതായി 1,21,700 സ്ത്രീകളിലും 51,529 പുരുഷന്മാരിലും നടത്തിയ ഗവേഷണ പഠനങ്ങളിൽ സ്ഥിരീകരിച്ചു. ഫിഷ് ഓയിൽ ദിവസേന കഴിച്ച കോളൻ ക്യാൻസർ രോഗികളുടെ മരണസംഖ്യ അത് കഴിക്കാത്തവരെ അപേക്ഷിച്ച് 70% വരെ കുറവ് ഉണ്ടാക്കുന്നുവെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ബർഗൻ കൗണ്ടി കമ്മ്യൂണിറ്റി സർവീസ് സെന്ററിന്റെ മീഡിയ അവാർഡ് സാമുവൽ ഈശോയ്ക്ക് ലഭിക്കുകയുണ്ടായി. ബർഗൻ കൗണ്ടിയുടെ ഏഷ്യൻ പസഫിക് ഐലൻഡ് ഹെറിറ്റേജ് ആഘോഷത്തോട് അനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ചോസൻ ഫ്രീ ഹോൾഡേഴ്സ് ബോർഡ് പ്രസിഡന്റ് ട്രേസി സെൽസനാർ അവാർഡ് സമ്മാനിച്ചു. Reflective of the people who call this place home. So I want to thank you all. The first award is the Law Enforcement Service Award. Our next award, the Community Service Award, goes to Samuel Iso. Congratulations, sir. ഫോമ നാഷണൽ വുമൻസ് ഫോറത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓൺ യുവർ ഹെൽത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന സെമിനാർ നടത്തുകയുണ്ടായി. ഫോറത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ബെന്നി വെച്ചാച്ചിറ നിർവഹിച്ചു. ഫോമയുടെ നിരവധി നേതാക്കൾ പങ്കെടുത്ത ഈ സെമിനാറിൽ മാധ്യമ പ്രവർത്തകരായ ജോസ് കടാപ്പുറം, ജോർജ് ജോസഫ്, സുനിൽ ട്രൈസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹെൽത്ത് സെമിനാറിന് ഡോക്ടർ സാറ ഈശോ, കോർഡിനേറ്റർ ലാലി കളപ്പുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോടാനുകൂടി വർഷങ്ങളായി ഒരുപാട് കണ്ണീരിലൂടെ, ഒരുപാട് വേദനകളിലൂടെ, പുഞ്ചിരിയിൽ, സഹനങ്ങളിൽ നമ്മളെയൊക്കെ ഇവിടെ വരെ എത്തിച്ച ആ അമ്മമാരുടെ മനസ്സിൽ തൊട്ട് വന്ദിച്ചുകൊണ്ട് ഹോമയുടെ 2017 ഔദ്യോഗികമായ വുമൻസ് ഫോറത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറയെ സ്നേഹത്തോടെ സ്വാഗതം. സാക്ഷാത്കരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഫോമയുടെ വിമൻസ് ഫോറം 12 റീജിയണിൽ വിപുലീകരിക്കണമെന്നും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് ആയ സമയത്ത്. അതിനുവേണ്ടി കൂടെ നിൽക്കുന്നവർ ഇപ്പം മെട്രോയിൽ തന്നെയാണെങ്കിലും 12 പേര് ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. മെട്രോ, എംപയർ, മിഡ് ഐലൻഡ്, അങ്ങനെ എല്ലാ റീജിയനുകളിലും വനിതകളുടെ പ്രാതിനിധ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്.
ദിവസം തീർച്ചയായിട്ടും ഫോമയുടെ ഭാവിയിൽ മുൻകാലങ്ങളിൽ വരാൻ പോകുന്ന ഓരോരോ ദിവസങ്ങളിലും തീർച്ചയായിട്ടും ഈ ദിവസം ഫോമയ്ക്ക് അഭിമാനിക്കാവുന്ന ഫോമയുടെ തങ്കലിപികൾ ഇനാഗുറേഷൻ നടത്തണമെന്നായിരുന്നു ആഗ്രഹം. അത് ഇന്ന് ഏതാണ്ട് 8 റീജിയനുകളിൽ 8 ചാപ്റ്ററിന്റെ ഇനാഗുറേഷൻ നടത്തിയതിന് ശേഷമാണ് ഇന്ന് നാഷണൽ ഇനാഗുറേഷൻ നടക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഡാലസ് സെയിന്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ചർച്ചിന്റെ നേതൃത്വത്തിൽ മദേഴ്സ് ഡേയിൽ എല്ലാ മാതാക്കളെയും ആദരിക്കുകയുണ്ടായി. ഞായറാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം അമ്മമാർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുകയും വികാരി റവറന്റ് ഫാദർ ജോഷി ഇളമ്പാശ്ശേരിൽ എല്ലാ മാതാക്കൾക്കും പൂക്കൾ സമ്മാനിക്കുകയും ചെയ്തു. സെയിന്റ് ജോർജ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ബെൻസലേമും പെൻസിൽവേനിയ ടൗൺഷിപ്പ് ഓഫ് ബെൻസലേമും സംയുക്തമായി ധനശേഖരണത്തിനായി നടത്തിയ കൂട്ടയോട്ട മത്സരത്തിന്റെ ഉദ്ഘാടനം ബെൻസലേം മേയർ ജോസഫ് ഗർലാനോ നിർവഹിക്കുകയുണ്ടായി. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റിയും പങ്കെടുത്ത കൂട്ടയോട്ട മത്സരത്തിന് റവറന്റ് ഫാദർ ഷിബു മത്തായി, ലിൻ കുര്യൻ, എബി ജേക്കബ്, സജി തോമസ് എന്നിവർ നേതൃത്വം നൽകി. We are going to begin our Bensalem Unity 5K with a word of prayer. Mayor Di Gennaro doesn't need any introduction. He is well known for not only in Bensalem Township but all over Philadelphia area. We welcome and we thank you, and we thank you for doing this for charity, for great causes, and it's always important. But you are important to all of us, and all of you that... Mark here. Thank you. Thanks again. Next is Bethlehem Hydrogen Inc. Mr. Tom Joseph, thank you for your support. I really appreciate it. Thank you for your sponsorship. On behalf of SGMOC and Bensalem Township, we thank you and we hope to see you guys next year. Thank you so much. My name is Matthew Currian. I'm the parish secretary at St. Gregorius Mullingar Orthodox Church. Today was a historic day for our parish. In association with the Bensalem Township, we were able to organize the first ever Bensalem Unity Run in the Chamonix State Park. Today was a blessed day for all the registrants, for our church. We thank everyone that came out, participated. Truly was a day of unity and community, and all proceeds are going to charity. So again, we thank all the registrants, volunteers, and all the sponsors for making today a success. ഹ്യൂസ്റ്റൺ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഒരാഴ്ച നീണ്ടുനിന്ന ഉത്സവ ആഘോഷങ്ങൾ സമാപിച്ചു. ദിവസവും നടന്ന വിവിധ പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്ര പൂജാരി നേതൃത്വം നൽകി. ഉത്സവ ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക കലാപരിപാടികളും നടത്തുകയുണ്ടായി.
ഗിരിധര ഗോവിന്ദ ഗോവിന്ദ. Coming up next, health tips with Dr. Roy P. Thomas from Chicago. ഡാലസിൽ നിന്നെത്തിയ മറ്റൊരു ചോദ്യം ഞാൻ വായിച്ച് അതിൻ്റെ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കാം. ഇമെയിൽ ചോദ്യം ഇതാണ്. ഡിയർ ഡോക്ടർ, ഐ ആം എ ഡയബറ്റിക് ഫോർ ദ പാസ്റ്റ് 35 years. Earlier I was taking 2 medicines for diabetes, metformin and glipizide. 15 years ago my doctor said that there is a new medicine called Avandia which is safer than glipizide as it will not cause sudden drop in blood sugar. So I went on Avandia for a few years and then my doctor told me to stop it as it may cause heart attacks and put me on another medicine called Actos. Recently my doctor again asked me to stop Actos because it also may not be good for my heart. Now he put me back on the old medicine glipizide which was stopped 15 years ago. Doctor, tell me how we can believe in you doctors and your new medicines. വളരെ ന്യായമായ ഒരു ചോദ്യമാണിത്. ആദ്യമേ പറയട്ടെ, ഈ 2 മരുന്നുകളും അത് ഇറങ്ങിയ കാലത്ത് രോഗിക്ക് കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് പുതിയ തെളിവുകൾ, പഠനങ്ങൾ ഇത് ഉപയോഗിക്കരുത് എന്ന് കണ്ടപ്പോൾ അത് ഉപയോഗിക്കരുതെന്ന് ഞാൻ ആ രോഗികളോട് പറയേണ്ടി വന്ന ഗതികേടും എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഡോക്ടർമാരകപ്പെടുന്ന ഇത്തരം സാഹചര്യങ്ങളെപ്പറ്റി അല്പം വിശദീകരണം ആവശ്യമാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ പ്രയോജനകരമായ 500ഓളം മരുന്നുകൾ, പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്, വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് മാർക്കറ്റിലെത്തിയിട്ടുണ്ട്. ഇവയിൽ ബഹുഭൂരിപക്ഷവും നിർമ്മിച്ചത് അമേരിക്കയിലെ ഫാർമാക്യൂട്ടിക്കൽ കമ്പനികളാണ്, അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികളുമായി അഫിലിയേഷനുള്ള വിദേശ കമ്പനികളാണ്. ഈ മരുന്നുകൾക്കെല്ലാം മുഖ്യമായും അനുവാദം നൽകുന്നതും ഉപയോഗത്തെ നിയന്ത്രിക്കുന്നതും അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ്, FDA. ഒരു മരുന്ന്, പുതിയ മരുന്ന് ഇറക്കുവാൻ FDA എങ്ങനെയാണ് അംഗീകാരം നൽകുന്നത്, അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ, എങ്ങനെയാണ് ഒരു മരുന്ന് പുറത്തു വരുന്നതെന്ന് ഡോക്ടർമാർ മാത്രമല്ല അത് ഉപയോഗിക്കുന്ന രോഗികളും അറിഞ്ഞിരിക്കുന്നത് പ്രയോജനകരമായിരിക്കുന്നു തോന്നും. വേഗം മനസ്സിലാക്കുവാൻ വേണ്ടി വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളിൽ കൂടി ഞാനിത് വിശദീകരിക്കാം. ഇത് വളരെ സാങ്കല്പികമായിട്ടുള്ളൊരു ഉദാഹരണം മാത്രമാണ്. എല്ലുകൾക്ക് ബലക്ഷയമുണ്ടാക്കുന്ന, ഒടിവുകൾ ഉണ്ടാക്കുന്ന, പ്രായമായവരെ ബാധിക്കുന്ന ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗത്തെപ്പറ്റി നിങ്ങൾ കേട്ടിരിക്കും. ബോണിൽ കാൽസ്യത്തിൻ്റെ അംശം കുറയുന്നതാണ് ഇതിന് കാരണമെന്ന് രോഗികളുടെ അസ്ഥികൾ പരിശോധിക്കുന്നതിൽ നിന്ന് നമുക്കറിയാം. കാൽസ്യം ഇവർക്ക് കൊടുക്കാറുമുണ്ട്. ഏത് തരം കാൽസ്യം ഇവർക്ക് നൽകണമെന്നതിനെപ്പറ്റി ബയോകെമിസ്റ്റും ഫിസിയോളജിസ്റ്റും മറ്റ് ഫിസിക്കൽ സയൻസിലെ ശാസ്ത്ര വിദഗ്ധരും ഗവേഷണം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നു. ഒരു കൂട്ടം ഗവേഷകരിൽ നിന്ന് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നെന്ന് കരുതുക. ഒരു കടൽ മത്സ്യത്തിൻ്റെ എല്ലിൽ ഒരു പ്രത്യേകതരം കാൽസ്യം ഫോർമുല ഉണ്ട്. അത് പുറത്തെടുത്ത് സിന്തറ്റിക്കായിട്ട് നിർമ്മിച്ചെടുത്താൽ അത് ഗുണം ചെയ്തേക്കും. ഈ നിർദ്ദേശം പരിശോധിക്കാനായിട്ട് ഒരു വലിയ ഫാർമാക്യൂട്ടിക്കൽ കമ്പനി മുന്നോട്ട് വന്നുവെന്നും കരുതുക. ആദ്യമായി ഇതിനെ വളരെ സൂക്ഷ്മമായ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസിന് വിധേയമാക്കണം. പലപ്പോഴും എലികളിലാണ് ആദ്യം ഇത് പ്രയോഗിക്കുന്നത്. ഈ എലികളുടെ ലിവറിനോ കിഡ്നിക്കോ ഹൃദയത്തിനോ ബോൺസിനോ മസിൽസിനോ മറ്റേതെങ്കിലും അവയവങ്ങൾക്കോ ഈ മരുന്ന് തകരാറുണ്ടാക്കുന്നില്ല എന്ന് ടെസ്റ്റുകളിലൂടെ പരിപൂർണ നിശ്ചയം വരുത്തണം. ഈ മരുന്ന് ക്യാൻസർ ഉണ്ടാക്കുന്നില്ല എന്ന് അതിന് ടെസ്റ്റുകൾ നടത്തി നിശ്ചയപ്പെടുത്തണം. ഈ മരുന്ന് ബർത്ത് ഡിഫക്ട്സ് ഭ്രൂണത്തിൽ കുട്ടികളിൽ ഉണ്ടാക്കുകയില്ല എന്ന് നിശ്ചയം വരുത്തണം. അതിനുള്ള പല ടെസ്റ്റുകളും നടത്തണം. ഈ പഠനങ്ങൾ 3-4 വർഷങ്ങളെടുക്കും. കുഴപ്പമൊന്നുമില്ല എന്ന് കമ്പനി കണ്ടാൽ ആ റിപ്പോർട്ടുകൾ FDA-ക്ക് എല്ലാം സമർപ്പിക്കുന്നു. FDA-ക്ക് തൃപ്തികരമായി തോന്നിയാൽ ഈ മരുന്ന് 3 ഫേസുള്ള ക്ലിനിക്കൽ ടെസ്റ്റുകളിൽ കൂടെ കടന്നു പോകണം.
ഫേസ് 1 ഏകദേശം 100 ഹെൽത്തി ഹ്യൂമൻ വോളണ്ടിയേഴ്സിന് വളരെ നിഷ്കൃഷ്ടമായ മേൽനോട്ടത്തിൽ ഈ മരുന്നുകൾ നൽകുന്നു. ഈ മനുഷ്യരിൽ, ഈ വോളണ്ടിയേഴ്സിൽ മരുന്നിൻ്റെ ടോക്സിസിറ്റി, അതിൻ്റെ ബയോഫാർമക്കോളജി, അതെങ്ങനെ അബ്സോർബ് ചെയ്യുന്നു, അതെങ്ങനെ പുറത്തേക്ക് പോകുന്നു, ഇങ്ങനെ ഇവയെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിപ്പിക്കുന്നു. ഈ ക്ലിനിക്കൽ ഫേസിൽ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടാൽ അടുത്തതായി യഥാർത്ഥ രോഗികൾ കുറച്ച് പേർക്ക് ഈ ക്ലിനിക്കൽ ഫേസ് 2 പരിശോധിക്കുന്നു. പലപ്പോഴും ഫേസ് 2 യൂണിവേഴ്സിറ്റി കോളേജുകളിൽ, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുകളിൽ വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ, ഈ രംഗത്ത് വിദഗ്ധരായിട്ടുള്ളവരാണ് നടക്കുന്നത്. ഈ മരുന്ന് രോഗിക്ക് പ്രയോജനം നൽകുന്നുണ്ടോ, മുമ്പുണ്ടായിരുന്ന മരുന്നുകളെക്കാൾ ഇത് മെച്ചമാണോ, ഇതിന് ഗുളികയായിട്ടാണോ, ഇഞ്ചക്ഷനായിട്ടാണോ, സ്പ്രേ ആയിട്ടാണോ, ഏത് വിധത്തിൽ നൽകുന്നതാണ് നല്ലത്, ഇങ്ങനെ അനേകം കാര്യങ്ങൾ ഈ ഫേസ് 2 ക്ലിനിക്കൽ സ്റ്റഡിയിൽ വിദഗ്ധന്മാർ പഠിക്കും. ഇവിടെയും മരുന്നൊരു കുഴപ്പമില്ല എന്ന് കണ്ട് കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഫേസ് 3 കിടക്കും. ഫേസ് 3 ഈ മരുന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രാക്ടീസിങ് ഫിസിഷ്യൻസിന് നൽകി അവരെ കൊണ്ട് അവർ ഉപയോഗിക്കുന്നു. ആർത്രൈസിൻ്റെ ചികിത്സയ്ക്കുള്ള ഐബുപ്രോഫിന് പകരമായി കോക്സ് 2 ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ ഉപയോഗിക്കുവാൻ വർഷങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുത്ത ഫിസിഷ്യൻസ് ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നതിനാൽ ഫേസ് 3 പറ്റി എനിക്ക് അല്പം അനുഭവ പരിചയമുണ്ട്. ഞാൻ അന്ന് മരുന്ന് നൽകിയ 15 രോഗികളുടെ റെക്കോർഡ് ഗവേഷകർ 5 വർഷം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരുന്നു. ഈ രോഗികളുടെ പഠനത്തിന് അവരെപ്പറ്റി എല്ലാ കാര്യങ്ങളും ഈ രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സമ്മതം എഴുതി വാങ്ങിക്കണമായിരുന്നു ആദ്യം. ഈ രോഗികളുടെ ചികിത്സയും അതിനുള്ള ചെലവും എല്ലാം കമ്പനി നൽകുമായിരുന്നു. അവരുടെ രോഗത്തിന് എൻ്റെ ചികിത്സയുടെ ഫീസും അവർക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാനുള്ള ചിലവും കമ്പനി നൽകുമായിരുന്നു. രോഗിയുടെ യാത്രയ്ക്കുള്ള ചിലവും കാർ പാർക്കിങ്ങിനുള്ള ചിലവ് വരെയും കമ്പനി നൽകുമായിരുന്നു. രോഗി എല്ലാ ആഴ്ചയും എന്നെ വന്ന് കാണണം. എല്ലാ മാസവും സകല മെഡിക്കൽ റെക്കോർഡ്സും ഞാൻ കമ്പനിയുടെ വിദഗ്ധർക്ക് അയച്ചു കൊടുക്കണം. എന്നെപ്പോലെ അനേകം നൂറുകണക്കിന് ഡോക്ടർമാർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പ്രായത്തിൽപ്പെട്ട, വിവിധ റേഷ്യൽ ഗ്രൂപ്പിൽപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളുമായ രോഗികൾക്ക് ചികിത്സയ്ക്കായി ഈ മരുന്ന് നൽകി അതിൻ്റെ വിവരങ്ങൾ ഗവേഷകരെ അപ്പോഴപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കും. 5-6 വർഷങ്ങൾക്ക് ശേഷം കുഴപ്പമൊന്നുമില്ല എന്ന് ഫേസ് 3 പൂർണ്ണ നിശ്ചയം വരുത്തി കഴിയുമ്പോഴാണ് ഈ മരുന്ന് പൊതുജനങ്ങൾക്കായി മാർക്കറ്റിലെത്താനുള്ള അനുവാദം FDA നൽകുന്നത്. ഒരു പുതിയ മരുന്ന് ആദ്യത്തെ ടെസ്റ്റ് തുടങ്ങി, പ്രീ ക്ലിനിക്കൽ ടെസ്റ്റ് തുടങ്ങി മാർക്കറ്റിലെത്തുന്നതിന് ശരാശരി 12 വർഷമെടുക്കും. FDAക്ക് പ്രഥമ സ്റ്റേജിൽ 7500 മരുന്നുകൾ സമർപ്പിച്ചെന്ന് കരുതൂ. അതിൽ ശരാശരി ഒരു മരുന്ന് മാത്രമേ ക്ലിനിക്കൽ ഫേസ് 3 കഴിഞ്ഞ് മാർക്കറ്റിലെത്തൂ. 7500-ൽ 1 മാത്രം. ഒരു മരുന്ന് ഇപ്രകാരം പ്രിസ്ക്രിപ്ഷൻ മാർക്കറ്റിലെത്തുന്നതിന് കമ്പനിക്കുള്ള ചെലവ് $480 million ആണ്. അതായത് ഏകദേശം 2200 കോടി രൂപ വരുന്നു. വലിയ ഭീമമായ ഒരു സംഖ്യ. ഈ വലിയ സംഖ്യ ചെലവാക്കി റിസ്ക് എടുക്കുന്നതിന് കമ്പനി എന്തിന് തയ്യാറാകുന്നു? അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഈ മരുന്ന് അംഗീകരിക്കപ്പെട്ട് പ്രയോജനം ഉണ്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ 20 വർഷത്തേക്ക് ലോകത്ത് മറ്റാർക്കും ഈ മരുന്ന് നിർമ്മിക്കുവാൻ സാധ്യമല്ല. ഇൻ്റർനാഷണൽ പേറ്റന്റ് റൈറ്റ്സ് അനുസരിച്ച് അത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. 20 വർഷത്തിന് ശേഷം ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും ഈ മരുന്നുണ്ടാക്കാം, ജനറിക് മെഡിസിനായിട്ട് ഇറക്കാം. പക്ഷെ അതിനിടയിൽ നിർമ്മിച്ച കമ്പനി ഇറക്കിയതിൻ്റെ അനേകം ഇരട്ടി ലാഭം കൊയ്തിരിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ട്. പക്ഷേ മാർക്കറ്റിൽ ഇറങ്ങിയ ശേഷവും പോസ്റ്റ് മാർക്കറ്റിംഗ് സർവേകൾ തുടർന്നുകൊണ്ടിരിക്കും. വ്യാപകമായി അനേക ലക്ഷം ആൾക്കാർക്ക് പുതിയ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ പല അപകടങ്ങളും കണ്ടുപിടിച്ചെന്നിരിക്കും. ഈ ഇമെയിലിൽ വിവരിച്ചിട്ടുള്ള ഈ 2 മരുന്നുകളും ഇത്തരം പോസ്റ്റ് മാർക്കറ്റിംഗ് കാലയളവിൽ പോസ്റ്റ് മാർക്കറ്റിംഗ് സർവേയിലൂടെ അപകടങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. വളരെ അപകടകരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ
ഇതെല്ലാം കഴിഞ്ഞ് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവേയിൽ പോലും FDA ഈ മരുന്നുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെടാം. ഇതിൽ നിന്നെല്ലാം സാധാരണ രോഗികളും ഡോക്ടർമാർക്കും ലഭിക്കുന്ന ഗുണപാഠം എന്താണ്? ഒന്ന്, FDA പോലെ അംഗീകാരമുള്ള ഒരു ശാസ്ത്രീയ ഏജൻസി വളരെ നിഷ്കൃഷ്ടമായി അനേക വർഷങ്ങളെടുത്ത് പരിശോധിച്ച് പഠിച്ച മരുന്നുകൾ മാത്രമേ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ. ആ മരുന്നുകൾ മാത്രമേ രോഗികൾ ഉപയോഗിക്കുകയും പാടുള്ളൂ. മറ്റൊന്ന്, ഈ നിയമം മറ്റാരും പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഉപയോഗിക്കുന്ന ഒരു തത്വമുണ്ടായിരുന്നു. ഒരു മരുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് മറ്റ് ഡോക്ടർമാരെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് മാത്രമേ എൻ്റെ രോഗിക്ക് ഞാനത് കൊടുക്കാറുള്ളായിരുന്നു. അതിനകം മറ്റ് അപകടമുണ്ടെങ്കിൽ കാണട്ടെ. പക്ഷേ ഫലപ്രദമായ മറ്റു മരുന്നുകളൊന്നും ആ രോഗത്തിനില്ലെങ്കിൽ പുതിയ മരുന്ന് ഉപയോഗിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നേക്കാം. എല്ലാ മരുന്നിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ബൃഹത്തായൊരു പുസ്തകമാണ് ഫിസിഷ്യൻ ഡെസ്ക് റെഫറൻസ് എന്ന് പറയുന്നത്. അത് എല്ലാ വർഷവും റിന്യൂ ചെയ്ത് അപ് ടു ഡേറ്റ് ആക്കി എല്ലാ വിവരങ്ങളും അടങ്ങി അത് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കും. എല്ലാ ഡോക്ടർമാരും ഒരു മരുന്ന് പുതുതായിട്ട് എഴുതുന്നതിന് മുമ്പ് ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വായിച്ചിരിക്കണം. ഈ പുസ്തകം അമേരിക്കയിലെ എല്ലാ ഡോക്ടർമാർക്കും, ലൈസൻസ് ഉള്ള എല്ലാ ഡോക്ടർമാർക്കും ഫ്രീ ആയിട്ട് അയച്ചു തരും. വിദേശത്തുള്ള എല്ലാ മെഡിക്കൽ ലൈബ്രറികളിലും ഇത് ലഭ്യവുമാണ്. രോഗികൾ ഈ മരുന്നിനെ പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നത് വായിക്കണമോ? വളരെ വളരെ വിരളമായി 1000-1, 1,00,000-1 കോംപ്ലിക്കേഷൻസ് പോലും ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുമെന്നതിനാൽ ആവശ്യമില്ലാതെ ഭയവും സംശയവും ഉണ്ടാകയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ രോഗികൾ ഇത് വായിക്കാൻ പോകൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പണ്ട് മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന ഒരു ഫാർമക്കോളജി പ്രൊഫസർ റിട്ടയർ ചെയ്ത ശേഷം മെഡിക്കൽ പ്രാക്ടീസിന് പോയ കഥ ഓർമ്മ വരുന്നു. ഫാർമക്കോളജി പ്രൊഫസറായിരുന്നതിനാൽ മരുന്നുകളെ പറ്റി സകലതും അറിയാം. മെഡിക്കൽ സ്റ്റുഡൻസിനെ മരുന്നിനെ കൊണ്ട് പഠിപ്പിക്കുകയായിരുന്നല്ലോ അദ്ദേഹം ചെയ്തിരുന്നത്. എന്നാൽ രോഗികളുമായി സാധാരണ ഈ ഫാർമക്കോളജി പ്രൊഫസർമാർക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല. റിട്ടയർ ചെയ്ത ശേഷം ഫാർമക്കോളജി പ്രൊഫസർ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു രോഗി ചെറിയ തലവേദനയുമായി എടുത്തെത്തി. അദ്ദേഹം രോഗിക്ക് ഒരു ആസ്പിരിൻ ഗുളിക എടുത്തു നൽകിയ ശേഷം ഫാർമക്കോളജി പ്രൊഫസർ പറഞ്ഞു, ഫാർമക്കോളജി ടെക്സ്റ്റ് ബുക്ക് സകല പോസിബിൾ കോംപ്ലിക്കേഷനും രോഗിക്ക് വിവരിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഈ ആസ്പിരിൻ മരുന്ന് നിങ്ങളുടെ തലവേദന കുറയ്ക്കാൻ 50% സാധ്യതയുണ്ട്. എന്നാൽ ഈ മരുന്ന് സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാക്കാം, ഛർദിലുണ്ടാക്കാം, വയറ്റിളക്കം ഉണ്ടാക്കാം, ഡിസിനസ് ഉണ്ടാക്കാം, തലകറക്കം ഉണ്ടാക്കാം, അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കാം. ഇതുപോലെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറഞ്ഞെന്ന് വരും, കാർഡിയാക് അറസ്റ്റ് ഉണ്ടായെന്ന് വരും, നിങ്ങൾ മരിച്ചു എന്നും വരാം. പക്ഷേ 50% നിങ്ങളുടെ തലവേദന കുറഞ്ഞെന്ന് വരും. ഇത് കേട്ട രോഗി ഡോക്ടറെ സൂക്ഷിച്ചു നോക്കിച്ചു പറഞ്ഞു, എൻ്റെ തലവേദന എൻ്റെ ഡോക്ടറെ എൻ്റെ തലയിൽ ഇരുന്നോട്ട്, ഡോക്ടർ ഈ മരുന്ന് ഡോക്ടറുടെ പോക്കറ്റിലും സൂക്ഷിച്ചോളാൻ പറഞ്ഞു. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.